വെനിസ്വേലയിലെ പ്രസിഡന്റിനെ അമേരിക്ക അട്ടിമറിച്ച് അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയി വിചാരണ നടത്തുകയാണ്. ഈ സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന പ്രതികരണങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് തോമസ് ഐസക് ഇട്ട പോസ്റ്റ് ശ്രദ്ധേയമാവുകയാണ്. ഒരുപക്ഷെ അത് വിവാദമാവുകയാണ്. കാരണം അദ്ദേഹം പറയുന്നത് കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ കേരളം എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയേക്കാൾ മുന്നിലാണ്, അത് അമേരിക്കയോട് കിടപിടിക്കുന്ന രീതിയിലാണ് എന്നാണ് ഇപ്പോൾ തോമസ് ഐസക് അവകാശപ്പെടുന്നത്. ഈ സമയത്ത് കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ എന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ വളരെ വിവാദമാവുകയാണ്. കാരണം സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന വാദമായിരുന്നു 1947 കേരളത്തിലെ തിരുവിതാംകൂറിലെ മഹാരാജാവ് ചിത്തിര തിരുനാളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദിവാനായിരുന്ന സർ CP രാമസ്വാമയ്യരും ഉയർത്തിയത്. അവർ ആ വാദം പിൻവലിച്ചു, ഇന്ത്യ യൂണിയൻ ലയിച്ചു. പക്ഷെ അന്നും അതിനെതിരെ നിലപാടെടുത്ത ആളുകളായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ ദേശീയ തലത്തിൽ കേരളത്തിലെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയെ 14ആയിട്ട് വിഭജിക്കണം, ഇന്ത്യ വിവിധ ദേശീയതകളുടെ ഒരു സംഘാതമാണ്, ആ വിവിധ ദേശീയതകൾക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന നിലപാടായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ തോമസ് ഐസക് പറയുന്നതും ഏതാണ്ട് സമാനമായ രീതിയിലാണ്. കേരളം ഒരു രാജ്യമായിരുന്നെങ്കിൽ എന്ന കാഴ്ചപ്പാടിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ നയിക്കുന്നത് എന്ന് തോന്നുന്നു.